ഇന്ന് നമുക്ക് സിമ്പിളായി ഒരു കേക്ക് ഉണ്ടാക്കാം. ഇതിന് ബേക്കിംഗ് പൗഡർ, ബേക്കിംഗ് സോഡ, ഓയിൽ ഒന്നും വേണ്ട. 3 മുട്ടയെടുത്ത് 1 ടീസ്പൂൺ വാനില എസൻസും ഒഴിച്ച് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. 1/4 കപ്പ് പൊടിക്കാത്ത പഞ്ചസാര ഇതിലേക്ക് കുറച്ചായി ഇട്ടുകൊടുത്ത് ബീറ്റ് ചെയ്യാം. കുറച്ച് ഇടുന്നതാണ് ഏറ്റവും നല്ലത്. നിങ്ങൾക്ക് വേണമെങ്കിൽ പൊടിച്ചും ഇട്ട് കൊടുക്കാം. ഞാനിവിടെ പൊടിക്കാതെ ഇങ്ങനെ കുറച്ചായി ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഈ കേക്ക് ഓവനിലൊന്നുമല്ല ഉണ്ടാക്കിയത്. ഓവൻ ഇല്ലാത്തവർക്കും ഉണ്ടാക്കാൻ പറ്റിയ ഒരു സിമ്പിൾ കേക്കാണ് ഇത്. ഇങ്ങനെ പഞ്ചസാര ഇട്ട് ഫുൾ സ്പീഡിൽ ബീറ്റ് ചെയ്താൽ ഈ രീതിയിൽ കിട്ടും. ഇനി ബീറ്റ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ഒരു പാത്രം സ്റ്റൗവിൽ വെച്ച് ഇതുപോലെ ഒരു റിങ്ങോ എന്തെങ്കിലും വെച്ച് ചൂടാക്കണം. അതിനൊരു മൂടി കൂടി ഉണ്ടാവണം. 10 മിനിറ്റ് നേരമാണ് ചൂടാക്കേണ്ടത്. ബീറ്റ് ചെയ്ത മുട്ടയിലേക്ക് 1/4 കപ്പ് മൈദപ്പൊടി ഇട്ട് കൊടുക്കാം. അതൊന്ന് അരിച്ചിട്ട് കൊടുക്കാം. അരിച്ചിടുമ്പോൾ നമുക്ക് കട്ടയില്ലാതെ തന്നെ ഇളക്കിയെടുക്കാൻ കഴിയും. ഇനി ഇത് ഇതുപോലെ ഒരു സൈഡിലേക്ക് ഇളക്കി കൊടുക്കാം. തോന്നിയതുപോലെ ഇളക്കി കൊടുക്കരുത്. ഒരു സൈഡിലേക്ക് മാത്രമേ ഇളക്കി കൊടുക്കാവൂ. ഇനി ഇങ്ങനെ നല്ലതുപോലെ ഇളക്കി ചേർത്ത ശേഷം ഒരു പാത്രത്തിൽ ബട്ടറോ ഗീയോ തേച്ച് കുറച്ച് മൈദപ്പൊടി ഇട്ട് തട്ടിയ പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. അല്ലെങ്കിൽ ബട്ടർ പേപ്പർ വെച്ചാലും മതി. ബട്ടർ പേപ്പർ ഇല്ല എന്ന് കരുതി ആരും വിഷമിക്കേണ്ട. ഇങ്ങനെ ഇടുമ്പോൾ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും. ഇനി ഇത് ഈ പാത്രത്തിലേക്ക് ഒഴിച്ച ശേഷം ഒന്ന് നമുക്ക് നല്ലതുപോലെ തട്ടിക്കൊടുക്കാം. ഇങ്ങനെ ടാപ്പ് ചെയ്യാൻ പറയുന്നത് എയർ ബബിൾ ഉണ്ടെങ്കിൽ പോകാൻ വേണ്ടിയാണ്. ഈ രീതിയിൽ കേക്ക് ഉണ്ടാക്കി നിങ്ങൾ അഭിപ്രായം കമൻ്റായി ഇടണം. ഓവൻ ഇല്ലാത്തവർക്ക് വേണ്ടിയാണ് ഞാൻ ഈ കേക്ക് ഉണ്ടാക്കുന്നത്. ഇനി ഇത് ചൂടാക്കിയ പാത്രത്തിലേക്ക് വെച്ച് കൊടുക്കാം. 30 മിനിറ്റ് നേരം ലോ ഫ്ലെയിമിൽ വെച്ച ശേഷം നമുക്ക് തുറന്നു നോക്കാം. ഓവൻ ഇല്ലാത്തവർ ഇങ്ങനെ കേക്ക് ഉണ്ടാക്കി അഭിപ്രായം കമൻ്റായി ഇടണം. ഇതാ കണ്ടില്ലേ, സോഫ്റ്റായ കേക്കാണ്. കേക്ക് ഉണ്ടാക്കി തണുത്ത ശേഷം മാത്രമേ ഇളക്കിയെടുക്കാവൂ. അങ്ങനെ ഇളക്കിയെടുത്താൽ ഈസിയായി എടുക്കാൻ പറ്റും. ഇനി ഓവണില്ല എന്ന് കരുതി ആരും വിഷമിക്കേണ്ട. ഒന്ന് തീർച്ചയായും ഉണ്ടാക്കി നോക്കണം. ഇതാ കണ്ടില്ലേ, സ്പോഞ്ച് പോലൊരു കേക്ക്. ഈ കേക്കിന് ബേക്കിംഗ് പൗഡറോ ബേക്കിംഗ് സോഡയോ ഓയിലോ ഒന്നും ഉപയോഗിച്ചിട്ടില്ല. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്.